ഹായ് സ്റ്റുഡൻസ്, +1 ഫിസിക്സിലെ ഓസിലേഷൻ എന്ന ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള സിമ്പിൾ പെൻഡുലവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ പാർട്ടിൽ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇവയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെഷനിൽ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്കിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് കിടക്കുന്നില്ല. പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. The displacement in simple harmonic motion can be represented as x of t equals a cos omega t plus phi, where phi is the phase constant. Identify and define a and omega in the equation. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് എക്സ് ഓഫ് ടി ഈക്വൽസ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് അല്ലെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ എന്താണ് എക്സ് ഓഫ് ടി? എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ വിത്തിൻ എ ടൈം ടി സെക്കൻഡ്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ടി സെക്കൻഡിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എവിടെ നിന്നാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യേണ്ടത്? മീൻ പൊസിഷൻ ഓയിൽ നിന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഒരു പാർട്ടിക്കിൾ ഓയിൽ നിന്ന് ടി സെക്കൻഡ് കൊണ്ട് പി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്? എക്സ് എന്ന് പറയുന്നത്. അപ്പം എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഒ വിത്തിൻ എ ടൈം ടി സെക്കൻഡ്. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഓർ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇനി എന്താണ് ഇവിടെ എ? എ എന്ന് പറയുന്നത് എക്സിൻ്റെ മാക്സിമം വാല്യൂ ആണ്. അതിന് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എ റെപ്രസെൻറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് വിച്ച് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്ക് ഫിഗറിൽ ശ്രദ്ധിക്കാം, ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. എന്നാൽ പാർട്ടിക്കിളിന് ഓയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ്, ഓയിൽ നിന്നുള്ള പാർട്ടിക്കിളിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി എന്താണ് ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഒമേഗ ഈക്വൽസ് 2π ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി എന്നാണ്. എന്താണ് ക്യാപിറ്റൽ ടി? ഇറ്റ് ഈസ് ദ ടൈം പീരിയഡ്. ദാറ്റ് ഈസ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. അതാണ് ടൈം പീരിയഡ്. ഓർ വി ക്യാൻ റൈറ്റ് ഒമേഗ ഈക്വൽസ് 2π ഇൻറ്റു 1 ക്യാപിറ്റൽ ടി. 2π ടി എന്ന് എഴുതുന്നതിന് പകരം 2π ഇൻറ്റു 1 ക്യാപിറ്റൽ ടി എന്ന് എഴുതാം. 1 ക്യാപിറ്റൽ ടി ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡ്. അതെന്താണ്? അത് ഫ്രീക്വൻസിയാണ്, എഫ്. അപ്പോൾ ഒമേഗ ഈക്വൽസ് 2π എഫ് എന്ന് നമുക്ക് കൊടുക്കാം. എഫ് ഫ്രീക്വൻസിയാണ്. എന്താണ് ഫ്രീക്വൻസി? Frequency is number of oscillations in 1 second. Omega equals 2π times frequency or 2π times number of oscillations in 1 second. അതാണ് ഒമേഗ അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി. അതിൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ്. ഇനി ഈ ഇക്വേഷനിലുള്ള വേറൊരു ടേമാണ് ഫൈ. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ ഫേസ് ആണ്. ഓർ അതിന് നമ്മൾ ഫേസ് കോൺസ്റ്റൻറ്റ് എന്നുകൂടി പറയും. താങ്ക് യു.
A simple harmonic motion is represented as x equals a cos omega t. Obtain the expression for velocity and acceleration of the object and hence prove that acceleration is directly proportional to displacement. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് തന്നപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എ കോസ് ഒമേഗ ടി എന്നാണ് തന്നത്. അതിൻ്റെ അർത്ഥം ഇനീഷ്യൽ ഫേസിൻ്റെ വാല്യൂ 0 എന്നാണ്, അതായത് 5 ഈക്വൽ ടു 0. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നത് എക്സ് ഈക്വൽസ് എ കോസ് ഒമേഗ ടി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ ടി സെക്കൻഡാണ് എക്സ്, ഇവിടെ എ ആംപ്ലിറ്റ്യൂഡാണ്, ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയാണ്. നമുക്കറിയാം വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, വി ഈക്വൽസ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി ബൈ ഡി ടി ഓഫ് എ കോസ് ഒമേഗ ടി. ഇതിൽ എ കോൺസ്റ്റൻ്റ് ആണ്, ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവില്ല, അതുകൊണ്ട് അത് ടൈമിനനുസരിച്ചിട്ട് ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻ ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ ഡിഫറൻസിയേഷൻ്റെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് എടുക്കാം. നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി അത് മൈനസ് സൈൻ ടി ആണ്, ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി മൈനസ് സൈൻ ടി ആണ്. ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി ആണ്, അതായത് കോസ് ഒമേഗ ടിയുടെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ ഒമേഗ ടി, ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി എന്നാണ്. അപ്പം നമ്മൾക്ക് വി ഈക്വൽ ടു എന്ത് കിട്ടുന്നു, എ ഇൻറ്റു ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി, അല്ലെങ്കിൽ വി ഈക്വൽസ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഈ വെലോസിറ്റിയെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും, ആക്സിലറേഷൻ കിട്ടും. അതായത് ആക്സിലറേഷൻ ഈക്വൽസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ഡി ബൈ ഡി ടി ഓഫ് വി ആണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. ഇതിൽ എ ആംപ്ലിറ്റ്യൂഡ് അതിൽ ചേഞ്ച് ഇല്ല, ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയിലും ചേഞ്ച് ഇല്ല, അതുകൊണ്ട് എ ഒമേഗ മൈനസ് എ ഒമേഗ എന്നുള്ള ടേം ഡിഫറൻസിയേഷൻ്റെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പം മൈനസ് എ ഒമേഗ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി, ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ആണ്. അപ്പോൾ മൈനസ് എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഓർ മൈനസ് ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ, ബാക്കി എ കോസ് ഒമേഗ ടി, മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ഒമേഗ ടി. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, എക്സ് ഈക്വൽസ് എ കോസ് ഒമേഗ ടി എന്നാണ്. അപ്പോൾ എ കോസ് ഒമേഗ ടിക്ക് പോലെ നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് എ ഈക്വൽ ടു എന്ത് എഴുതാം, മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി എന്താണ്, അതിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ acceleration is directly proportional to displacement x. Which one of the following relationships between acceleration and displacement of a particle involve simple harmonic motion? Option 1, a equals 0.7x. Option 2, a equals minus 200x square. Option 3, a equals minus 10x. ഓപ്ഷൻ 4, എ ഈക്വൽസ് 100x സ്ക്വയർ. നമ്മൾക്കറിയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ ഈക്വൽസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നാണ്. ക്വസ്റ്റ്യനിൽ ആ ഒരു ഫോർമാറ്റിൽ വരുന്ന ഇക്വേഷൻ എ ഈക്വൽസ് മൈനസ് 10x എന്നാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എ ഈക്വൽസ് മൈനസ് 10x, ഓപ്ഷൻ 3. ഡിഫൈൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. A particle is said to be in SHM if the restoring force in it is directly proportional to displacement from the mean position and the force is always directed towards the mean position. Question B. For a simple harmonic motion, time period capital T equals 2 seconds. If displacement from the mean position is 10 centimeter, calculate the instantaneous acceleration. നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ ഈക്വൽസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നാണ്. അവിടെ ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയാണ്, എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്.
ഇനി നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയിട്ട് a ഈക്വൽസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇവിടെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുകയാണെങ്കിൽ a ഈക്വൽസ് ഒമേഗ സ്ക്വയർ എക്സ്. നമുക്കറിയാം ഒമേഗ ഈക്വൽസ് 2π/t ആണ്, t ടൈം പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ a ഈക്വൽസ് ഒമേഗ സ്ക്വയറിന് പകരം 2π/t സ്ക്വയർ, അതായത് 4π²/t² ഇൻറ്റു എക്സ് എന്ന് വരും. ഇനി ഇവിടെ ടൈം പീരീഡ് ടി നമുക്ക് തന്നിട്ടുണ്ട്, അത് 2 സെക്കൻഡ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ എക്സ് 10 സെൻറ്റിമീറ്റർ ആണ്, അതിന് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.1 മീറ്റർ. ഇനി ഈ വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 3.14² ഡിവൈഡഡ് ബൈ 2² ഇൻറ്റു 0.1. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.98 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്.